ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സുന്ദരിയായിട്ടുള്ള മത്സ്യകന്യയെ കാണാൻ പോവാണ് കേട്ടോ. ജൂജും ജുനുക്കുട്ടിയും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം നമുക്ക് മീമീനെയും മത്സ്യകന്യനെ കാണാൻ പോകണം എന്നൊക്കെ. ജുനുക്കുട്ടി എന്നോ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ജൂജു വരട്ടെ, അവൾക്ക് ലീവ് കിട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോവാമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ജൂജു എൻ്റെ ജൂഹി അവൾ എൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് അവർ രണ്ടാളെയും കൂട്ടി നമുക്ക് പോകാമെന്ന്. അപ്പോൾ ഞാനും നാത്തൂനും കൂടി അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള അൽദുവ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ ഒരു ജ്യൂസും മുത്തബക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരൊക്കെ വയറ് നിറച്ചിട്ടാട്ടോ കയറ്റിയത്. അല്ലെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിശക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ നേരെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അതിന് ഓപ്പോസിറ്റുള്ള എക്സ്പോർട്ടിൽ കയറി. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽട്ട്സിന് 120 രൂപയാണ്. 5 വയസ്സിൻ്റെ മുകൾക്ക് ഉള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചാർജ് വരുന്നുണ്ട് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിലേക്ക് അതിലൊരു ലോകമാണ് മീനുകളുടെ, എല്ലാതരം മീനുകളുണ്ട്. അത്യാവശ്യം കാണാനുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ടെമ്പററി ആയിട്ടുള്ളൊരു എക്സ്പോ അല്ലേ. അതിൽ മനുഷ്യരെ തിന്നുന്ന പിരാന, അരാപ്പൈമ, ഈൽ, അങ്ങനെയുള്ള എല്ലാ വ്യത്യസ്ത ഇനത്തിലുള്ള പലതരം മീനുകളുണ്ട്. കാണാനുള്ളതും ഉണ്ട് കേട്ടോ. അതിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല എൻജോയബിളായിട്ട് നടന്ന് കാണാനുള്ളത് തന്നെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഗ്ലാസ്സുകളായി നടുവിൽ ഇങ്ങനെ ഒരു മത്സ്യങ്ങൾ കുറേ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള കുറേ മോഡൽസാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ജുനുക്കുട്ടിയും ജൂഹിയൊക്കെ അതുപോലെ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ നടന്ന് കാണാനുള്ളതുണ്ട്. ഒരു രണ്ടാൾ അതിനിങ്ങനെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വെൻറ്റിലേഷൻ്റെ ചെറിയൊരു പ്രോബ്ലം തോന്നിയിരുന്നു, കാരണം ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ചില സ്ഥലത്തൊക്കെ വെൻറ്റിലേഷൻ വേണ്ടിയിട്ടുള്ള ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കും, പിന്നെയും നടക്കും, അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ചൂട് തോന്നിയിരുന്നു. പിന്നെ ഈ മീനുകളിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് തുടങ്ങിയിരിക്കുന്നത് ഒക്ടോബർ 25 മുതലാണ് അവർ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ എക്സ്പോ. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഒരു അണ്ടർ വാട്ടർ ടണൽ പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയാണ് അരാപ്പായ്മയൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഇങ്ങനെ ജൂന് ശരിക്കും മുകളിലേക്ക് ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു അവനതെല്ലാം നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങളത് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിൽ നമുക്ക് ഈ എക്സ്പോയിൽ ഈ മത്സ്യങ്ങൾ മാത്രമല്ല അല്ലാതെയുള്ള കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുന്നത് വേറെ തന്നെയാണ് കേട്ടോ. കാരണം അതിന് മാത്രം കാണാനുള്ള മത്സ്യങ്ങളും അതിനുള്ളിലുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള മത്സ്യകന്യക. ഒന്നുകൊണ്ട് ഇറങ്ങിയിട്ട് 2-3 മിനിറ്റ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കൈയൊക്കെ വീശി ഒന്നിങ്ങനെ നിന്നിട്ട് പോവും. അതാണ് ഈ ഒരു എക്സ്പോയിൽ കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സ്റ്റാളുകൾ കുറേ ഉണ്ട്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറച്ചൊരു കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാളുകളിൽ ഈ പറഞ്ഞ പോലെ നല്ല ഫുഡ് ഐറ്റംസുകളുണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാളാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ആ സ്റ്റാളുകളൊക്കെ നടന്ന് കണ്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ പോപ്കോണും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കയറ്റി പിന്നെ മെല്ലെ നടന്നു കഴിഞ്ഞ്. പിന്നെയാണ് അമ്യൂസ്മെൻറ്റ് റൈഡ്സ് വരുന്നത്. ഈ റൈഡ്സിലൊക്കെ നമ്മൾ പ്രത്യേകം എമൗണ്ട് പേ ചെയ്യണം കേട്ടോ. അതിൽ കയറുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കയറണം, എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് എമൗണ്ട് വരുന്നുണ്ട്. ചെറിയ പൈസയോടെ വരുന്നുള്ളൂ, ഒരു 50-60 രൂപ ഒന്നിന് 5 മിനിറ്റ് ആ രീതിയിലേക്ക്. അപ്പോൾ ഒരു 360 ഡിഗ്രി റൊട്ടേഷനിലുള്ള ഒരു ഇത് കണ്ടപ്പോൾ ജൂജു പറഞ്ഞു അതിൽ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ 5 മിനിറ്റ് അതിൽ കുറച്ച് നേരം ഡാൻസ് ചെയ്തു. നമുക്കത് വീഡിയോ ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു വീഡിയോ പാട്ടാണത്. പിന്നെ ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി, അത്രയേ ഉള്ളൂ അതിനകത്ത് കാണാൻ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ എന്താ വിശപ്പിൻ്റെ വെള്ളി വന്നു. അപ്പോൾ കിക്ക ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മാർക്കറ്റ് സിറ്റിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഓരോരോ കാർഡും കൈ പിടിച്ചിരിക്കുകയാണ്. താലങ്ങൾ എന്തിട്ട് ഇപ്പോൾ ഫുഡുകൾ വരും. അങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് മെല്ലെ എത്തി തുടങ്ങി. പിന്നെ കുട്ടികളെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു. എന്തായാലും കുട്ടികൾ നല്ല മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ജൂജു ലീവിന് വന്നത് ഫുള്ളായിട്ട് മുതലാക്കിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ജുനുവിന് അതെ കേട്ടോ, ജുനുവിനെ എടുത്ത് നടക്കണതായതുകൊണ്ട് ആരും കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബായ്.